أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മുൻ ഖുതുബയിൽ ഗസ്വ തബൂക്കിൽ നിന്നും പിന്നോട്ട് മാറിയ ഹസ്രത്ത് കാബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇതര സഹാബികൾ എന്നിവരെക്കുറിച്ചും അക്കാരണത്താൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ച അതൃപ്തിയെയും നീരസത്തെയും കുറിച്ചും വിവരിക്കുകയുണ്ടായി. ഇതേക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവും വിവരിക്കുകയും ഈ വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ ജമാഅത്തിന് ഉപദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഈ യുദ്ധത്തിൽ 3 മുഅ്മിനീങ്ങൾ 3 സത്യവിശ്വാസികൾ പങ്കെടുത്തിരുന്നില്ല എന്നാണ്. അതിൽ ഒരാളുടെ സുദീർഘമായ വിവരണം ഹദീസുകളിലുണ്ട്. സഹാബി പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടങ്ങി വരവിന് ശേഷം അവിടുത്തെ അടുക്കൽ ചെന്നപ്പോൾ പിന്നോട്ട് മാറിയ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ എന്നും അവർ മാപ്പപേക്ഷിക്കാൻ സ്വീകരിച്ച രീതി എന്തായിരുന്നു എന്നും അവരോട് എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയതെന്നും ഞാൻ ആളുകളോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ആളുകൾ വന്ന ഉടനെ ഒഴികഴിവുകൾ പറയുകയും യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ സഹാബി പറയുന്നു, എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചു. എന്നാൽ പിന്നീട് എൻ്റെ മനസ്സിൽ മറ്റ് ഒരു ചിന്ത വന്നു. ഞാൻ സഹാബികളോട് ആരൊക്കെയാണ് വന്നത് എന്ന് തിരക്കി. അവർ പറഞ്ഞ പേരെല്ലാം തന്നെ മുനാഫിക്കീങ്ങളുടെ കപട വിശ്വാസികളുടേതായിരുന്നു. കേവലം 2 സത്യവിശ്വാസികളുടെ പേര് മാത്രമേ അവർ എടുത്തു പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞു, ആ 2 പേരുമാകട്ടെ ഒരു ഒഴിവഴിവും പറഞ്ഞില്ല, പകരം തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞു. അപ്പോൾ ഞാൻ ആത്മകഥം ചെയ്തു, ഞാൻ എന്തിനാണ് കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുന്നത്? യഥാർത്ഥത്തിൽ ഒഴികഴിവുകളായി കണക്കാക്കാൻ കഴിയാത്ത കാരണങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് എന്നോട് താങ്കൾ ഇഷ്ടമുള്ളത് പ്രകാരം പ്രവർത്തിച്ചോളൂ എന്ന് തുറന്നു പറയുന്നതാണ്. ഈ ചിന്ത മനസ്സിൽ ഉദിച്ചതോടെ ഞാൻ എൻ്റെ കുറ്റം ഏറ്റു പറയാൻ തീരുമാനിച്ചുറച്ചു. അങ്ങനെ അള്ളാഹു എന്നെ മുനാഫിക്കീങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതിൽ നിന്നും രക്ഷിച്ചു. ഞാൻ ചെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്പഷ്ടമായ നിലയിൽ പറഞ്ഞു, ഞാൻ ഗസ്വയിൽ പങ്കെടുക്കാതിരുന്നത് എൻ്റെ അലസതയും അശ്രദ്ധയും ഒന്നും കാരണം മാത്രമായാണ്, അല്ലാതെ എനിക്ക് മറ്റ് യഥാർത്ഥ ഒഴികഴിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ കാര്യത്തിൽ ദൈവകൽപ്പന വരുന്നതുവരെ താങ്കളുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതാണ്. ഈ സഹാബിയുടെ പേര് കാബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ കൽപ്പന ഞങ്ങളെ വലിയ പ്രയാസത്തിലാക്കി. കാരണം മദീനയിൽ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. കപടവിശ്വാസികളായവർക്ക് പോലും ഞങ്ങളോട് സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഈ സംഭവം ഞാൻ വളരെ ചുരുക്കി ഇവിടെ വിവരിച്ചത് ഇതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതിനാലാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഖുത്ബയിൽ ഈ വിഷയം വിവരിക്കുകയും അതിലൂടെ ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തിന് ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഇവിടെ അതായത് കാദിയാനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 1936 കാര്യമാണ്. സംസാരം വിലക്കിയ ശിക്ഷയായിട്ട് ലഭിച്ച ആളുകൾ അയൽപക്കങ്ങളിലെ അഹമ്മദികളുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നു. അയൽപക്കത്തുള്ളക്കാർ ഉള്ള ആളുകളാണെങ്കിൽ ഉറങ്ങിക്കിടക്കുകയാണോ എന്നറിയില്ല.
അവർക്ക് അത് അറിയുന്നതേയില്ല. ഇവിടുത്തെ ചില അഹമ്മദികൾ പാമ്പുകളെയാണ് പാലൂട്ടി വളർത്തുന്നത്. എന്നാൽ അവർ ഓർക്കുക, ഈ പാമ്പുകൾ അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ ഖലീഫയോ ദംശിക്കാൻ ആ പാമ്പുകൾക്ക് കഴിയില്ല. ഇവയെ വളർത്തുന്നവർ മാത്രമേ അത് കൊത്തുകയുള്ളൂ. ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൃപയാൽ സുരക്ഷിതരാണ്. കാരണം ആരെയാണ് അള്ളാഹു തൻ്റെ സംരക്ഷണ വലയത്തിൽ എടുക്കുന്നത് അവരെ ആർക്ക് ദംശിക്കാൻ കഴിയും? ആരെയാണ് ദംശിക്കാൻ കഴിയുന്നത് അവരെ മാത്രമേ അവ ദംശിക്കൂ. എന്നിട്ടും കണ്ണുകൊണ്ട് കണ്ടിട്ടും ഈ പാമ്പുകളുടെ നീക്കങ്ങളെ അവർ അവഗണിച്ചു കളയുന്നു. ആ കാലഘട്ടത്തിൽ ചില ഫിത്നകൾ, കുഴപ്പങ്ങൾ ഉടലെടുത്തിരുന്നു. അത് കാരണമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, മദീനയിൽ ഒരു കപട വിശ്വാസിക്ക് പോലും അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ വിശ്വാസികളുമായി ഈ കൽപ്പന വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന കൂടി പുറപ്പെടുവിപ്പിച്ചു. ഇവരുടെ ഭാര്യാമക്കളും ഇവരിൽ നിന്ന് വേർപിരിഞ്ഞു നിൽക്കണം. ഞങ്ങളിൽ 3 പേരിൽ ഒരാൾ പടുവൃദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് അപേക്ഷിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഭർത്താവ് നേരത്തെ തന്നെ മൃതപ്രായനാണ്, മരിച്ചതിന് തുല്യനാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല കൃത്യമായിട്ട്. മാത്രമല്ല പ്രായം കാരണം എപ്പോഴും സഹായം ആവശ്യമുള്ള ആളാണ്. ഭാര്യാഭർത്തൃബന്ധത്തിന് അദ്ദേഹം നേരത്തെ തന്നെ പ്രാപ്തനുമായിരുന്നില്ല. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങളിൽ ഞാൻ സഹായം ചെയ്തു കൊടുക്കാം. അവിടുന്ന് പറഞ്ഞു, ശരി, അത്രയും അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഹദരത്ത് കാബ് പറയുന്നു, ഞാനും എൻ്റെ കാര്യത്തിൽ ഇത്തരമൊരു അനുവാദം തേടിയാലോ അതിനുള്ള വഴി നോക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഉടൻ തന്നെ എൻ്റെ മനസ്സിൽ വന്നു, അദ്ദേഹം വൃദ്ധനാണ്, ഞാനാണെങ്കിൽ യുവാവുമാണ്, എനിക്കിത് ചെയ്യുന്നത് ഉചിതമല്ല. അതിനെ തുടർന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ഞാൻ നിന്നെ വിളിക്കുമ്പോൾ അഥവാ നീ പ്രതികരിച്ചാലോ എന്നെ ശ്രദ്ധിക്കാനോ എന്നോട് സംസാരിക്കാനോ മറ്റാരെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും അനുകമ്പയും കാരണം എൻ്റെ വേദന കാണുമ്പോൾ അവിടുത്തേക്ക് തീർച്ചയായും ദയ തോന്നുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സദസ്സിൽ പോയി ഉച്ചത്തിൽ അസ്സലാമു അലൈക്കും പറയുമായിരുന്നു. എന്നിട്ട് അവിടെ തിരുനബിയുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടോ എന്ന് ഉറ്റുനോക്കുമായിരുന്നു. എന്നാൽ അവിടുന്ന് മറുപടി ഒന്നും നൽകുമായിരുന്നില്ല. ഞാൻ ഭയത്തോടെ എഴുന്നേറ്റ് പോകുകയും അവിടുത്തെ ചുണ്ടുകൾ ചലിച്ചിട്ടുണ്ടാകണം, പക്ഷെ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല എന്ന് സ്വന്തം ആശ്വസിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകും. എന്നിട്ട് തിരിച്ചു വന്ന് ഉച്ചത്തിൽ സലാം പറഞ്ഞ് വീണ്ടും ചുണ്ടുകളിലേക്ക് നോക്കും. വീണ്ടും എഴുന്നേറ്റ് വരും, വീണ്ടും പോകും. പക്ഷെ അവിടുന്ന് മറുപടി പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുന്ന് ഇടം കണ്ടിട്ട് എൻ്റെ നേർക്ക് വല്ലപ്പോഴുമൊക്കെ നോക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിതൃ സഹോദര പുത്രൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തോടൊപ്പമായിരുന്നു എൻ്റെ ഇരുത്തവും നടത്തവും തിന്നലും കുടിക്കലുമൊക്കെ. അദ്ദേഹം തൻ്റെ തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, നീ എൻ്റെ രഹസ്യങ്ങൾ അറിയുന്നവനാണ്, ആത്മമിത്രമാണ്. നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യവും പരസ്പരം മറച്ചു വെച്ചിട്ടില്ല. ഞാൻ ആത്മാർത്ഥതയുള്ള ഒരു മുസ്ലിമാണെന്നും കപടവിശ്വാസത്തിൻ്റെ ഒരു സിര പോലും, ഒരു തരിമ്പ് പോലും എന്നിലില്ലെന്നും നിനക്കറിയാമല്ലോ. ഇന്ന് ഞാൻ പരിഭ്രമത്തോടെ നിന്നോട് ചോദിക്കാൻ വന്നതാണ്. പറയൂ, ഞാനൊരു മുനാഫിക്കാണോ? എന്നാൽ അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മാത്രമേ നന്നായി അറിയൂ എന്നാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന സഹോദരൻ പോലും ഇങ്ങനെ മറുപടി തന്നപ്പോൾ ഭൂമി എനിക്ക് ഇടുങ്ങിയതായി, കുടുസായതായി അനുഭവപ്പെട്ടു. ഞാൻ പരിഭ്രാന്തനായി തോട്ടത്തിൻ്റെ മതിൽ ചാടിക്കടന്ന് പുറത്തു വന്നു. ഭ്രാന്തനെ പോലെ നഗരത്തിലേക്ക് നടന്നു നീങ്ങി. ഞാൻ നഗരത്തിനടുത്തെത്തിയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ ഇന്നയാളാണോ? ഞാൻ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എനിക്കൊരു കത്ത് തന്നു. ഇന്ന രാജാവ് അയച്ചതാണിത്. ഇത് റോമൻ ഭരണത്തിന് കീഴിലുള്ള ഒരു അറബിയായ ക്രിസ്ത്യൻ രാജാവായിരുന്നു. ഞാൻ തുറന്നു വായിച്ചപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, താങ്കൾ അറബികളിലെ സമുന്നത നേതാവാണ്. ഞങ്ങൾക്കറിയാം, താങ്കളെ ആദരിക്കേണ്ടതിനു പകരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിച്ചിരിക്കുന്നു. താങ്കൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ താങ്കളുടെ പദവിക്ക് അനുസരിച്ചുള്ള പരിഗണന ഞാൻ നൽകുന്നതാണ്. കാബ് പറയുന്നു, എൻ്റെ സഹോദരൻ എനിക്ക് നൽകിയ മറുപടി കാരണം എൻ്റെ മനസ്സ് വേദനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും വളരെ അസ്വസ്ഥതയിലായിരുന്നു ഞാൻ. ആ കത്ത് കണ്ടപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. ഞാൻ ചിന്തിച്ചു, ഇത് പിശാചിൻ്റെ അവസാനത്തെ അടവാണ്, അവസാന മുറയാണ്. എൻ്റെ കാലുകൾ ഇടറിപ്പോകരുത്. ഞാൻ ആ ദൂതനോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക. ഒരു സ്ഥലത്ത് ഒരാൾ ചൂള കത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കത്ത്
തുണ്ടം തുണ്ടമാക്കി ആ തീയിലേക്ക് ഇട്ടു. എന്നിട്ട് ദൂതനോട് പറഞ്ഞു, നിന്റെ രാജാവിനോട് ചെന്ന് പറയുക, ഇതാണ് അദ്ദേഹത്തിനുള്ള മറുപടി. ഇതായിരുന്നു അവരുടെ പരീക്ഷണത്തിന്റെയും ദുരിതത്തിന്റെയും അവസാന നിമിഷങ്ങൾ. അവസാനം അള്ളാഹു കരുണ കാണിച്ചു അവരുടെ തെറ്റു പുറത്തു കൊടുക്കാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു മറ്റൊരിടത്ത് ഇപ്രകാരം പറയുന്നു, കാബ് ബിൻ മാലിക്കിന്റെ സംഭവം എത്ര ഗുണപാഠമുള്ളതാണ്. അദ്ദേഹം എല്ലാ ഗസ്വകളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. മക്ക വിജയ സമയത്തും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഗസ്വ തബൂക്കിൽ മടി കാരണം പിന്നോട്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അത്രയും കഠിനമായ ശിക്ഷ നൽകി. അദ്ദേഹത്തിന്റെ സലാമിന് പോലും മറുപടി നൽകിയിരുന്നില്ല. എല്ലാ മുസ്ലിങ്ങളെയും അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൽ നിന്നും വിലക്കി. ഭാര്യയെപ്പോലും വേർപിരിച്ചു. ഈ അവസ്ഥയിലിരിക്കെയാണ് ഗസ്സാൻ രാജാവിന്റെ ദൂതൻ അദ്ദേഹത്തിന് കത്ത് കൊണ്ടുവന്നത്. അതിൽ എഴുതിയിരുന്നത്, നിന്റെ നേതാവ് നിന്റെ വില അറിഞ്ഞിട്ടില്ല, നീ എൻ്റെ അടുത്തേക്ക് വരിക. അദ്ദേഹം ഇത് പിശാചിന്റെ അവസാനത്തെ അടവാണെന്ന് പറഞ്ഞ് കത്ത് ചൂളയിലിട്ടു. എന്നാൽ മുസ്ലിം മൗദൂദ് പറയുന്നു, ഇന്നത്തെ ആളുകളുടെ കാര്യം നോക്കുക. അന്ന് ജമാഅത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്യപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയോ വിശദീകരണം ആവശ്യപ്പെടുകയോ ചെയ്താൽ പറയും, ഞങ്ങളുടെ സേവനങ്ങളൊന്നും പരിഗണിച്ചില്ല, ഞങ്ങളെ വിലമതിച്ചില്ല. ഓർക്കുക, നിസാം സംവിധാനം എന്നത് വേറെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും വേറെയുമാണ്. സംവിധാനം നിലനിർത്താൻ, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആര് തന്നെ തെറ്റ് ചെയ്താലും അത് അവരോട് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശംസ കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് പിശാചിനെ അകറ്റാൻ വേണ്ടി ദൈവിക കൽപ്പനയുടെ കീഴിൽ ദീനിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. പ്രവർത്തിച്ചതിന് ശേഷം ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് കരുതരുത്. അള്ളാഹുവിനോട് ഔദാര്യം ചെയ്തതെന്ന് നടിക്കരുത്. മന്നൻ വ അദൻ, ഔദാര്യം ചെയ്ത് അതും പറഞ്ഞ് നടക്കുക എന്ന സമീപനം സ്വീകരിക്കരുത്. എല്ലാ വഴികളിലൂടെയും ഇസ്ലാമിനെ സേവിക്കുക. ഔദാര്യം പ്രകടിപ്പിക്കുകയല്ല, മറിച്ച് സേവനം ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള മനോഭാവമാണ് ആവശ്യം. ഇത് രണ്ടാം ഖിലാഫത്തിന്റെ ആദ്യകാല ഖുതുബകളിൽ നിന്നുള്ള ഒരു ഭാഗമായിരുന്നു. 1936 സംഭവമാണ് ആദ്യം പറഞ്ഞത്. ഗസ്വ തബൂക്കിലെ യാത്ര അത്രയേറെ തന്ത്രപരവും അനുഗ്രഹീതവുമായ യാത്രയായി മാറി. അറബ് മേഖലയിലെല്ലാം മുസ്ലിങ്ങൾക്ക് ശക്തമായ ആധിപത്യം ലഭിച്ചു, പ്രൗഢി ലഭിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് അറേബ്യയിലെങ്ങും ഇസ്ലാമിന്റെ പതാക വാനിൽ പാറിപ്പറന്നു. ഇതേക്കുറിച്ച് ഹദരത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, തബൂക്കിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം തായിഫിലെ ആളുകളും വന്ന് വിധേയത്വം അംഗീകരിച്ചു. മുമ്പ് അവർ യുദ്ധം ചെയ്യുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ ഊഴമനുസരിച്ച് വന്ന് ഇസ്ലാമിക ഭരണകൂടത്തിൽ പ്രവേശിക്കാൻ അനുമതി ചോദിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അറബ് രാജ്യമെങ്ങും ഇസ്ലാമിന്റെ പതാക പാറിപ്പറന്നു. തിരിച്ചുവരവിന് ശേഷം ഒരു സരിയ സൈനിക നീക്കം നടന്നിരുന്നു. അത് സരിയ ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് എന്നറിയപ്പെടുന്നു. അത് നജ്റാനിലെ ബനു ഹാരിസ് ബിൻ കാബിലെ ബനു അബ്ദുൽ മദാൻ എന്ന ഗോത്രത്തിനെതിരെയായിരുന്നു. ഗോത്രനാമമുള്ള അബ്ദുൽ മദാൻ ബനു ഹാരിസിന്റെ പൂർവ്വ പിതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അംർ ബിൻ യസീദ് എന്നായിരുന്നു. ഇബ്നു സാദിന്റെ നിവേദനമനുസരിച്ച് ഈ സരിയ ഹിജ്റ 10-ാം വർഷം റബിയുൽ ആഖിറോ ജമാദിൽ അവലോ ആയിരുന്നു. സീറത്തുൻ നബി ഖാത്തമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൽ ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സബർ റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നജ്റാനിലേക്കുള്ള യാത്രയുടെ തീയതി റബീഉൽ അവൽ 10-ാം ഹിജ്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് സരിയ അയച്ചവരുടെ അടുത്ത് ചെന്ന് 3 തവണ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു. അവർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ വളരെ നല്ലത്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. അതായത് അവർ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ 3 തവണ ഇസ്ലാമിന്റെ പാഠങ്ങളിലേക്ക് അവരെ ക്ഷണിക്കണം. അതിനുശേഷവും അവർ യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരി, അവരുമായി അടരാടുക. അങ്ങനെ ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു പ്രവർത്തിക്കുകയും ഈ ആളുകളെല്ലാം മുസ്ലിങ്ങളായി മാറുകയും ചെയ്തു. അതിനാൽ ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അവരോടൊപ്പം അവിടെ തന്നെ തങ്ങുകയും ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഖുർആൻ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നിവ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചിരുന്നത്. അതിനുശേഷം ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് അയച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാലിദ് ബിൻ വലീദിന്റെ പക്കൽ നിന്ന്
അസ്സലാമു അലൈക യാ റസൂലല്ലാ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാതൊരു ആരാധ്യനുമില്ലാതെ ഏക ആരാധ്യന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അമ്മാബാദ് യാ റസൂലല്ലാ, അങ്ങ് എന്നോട് ബനു ഹാരിസിന്റെ അടുത്തേക്ക് പോകാൻ കൽപ്പിച്ചു. 3 ദിവസം ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കാനും ഉത്തരവ് നൽകി. അവർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊപ്പം താമസിച്ച് ഇസ്ലാമിക നിയമങ്ങളും ഖുർആൻ കരീമും റസൂലിന്റെ സുന്നത്തും പഠിപ്പിക്കണം. അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരുമായി യുദ്ധം ചെയ്യണം എന്ന് ഉത്തരവ് നൽകി. ചില കാര്യങ്ങൾ വിശദാംശങ്ങളിൽ പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. എന്നാൽ ബലപ്രയോഗത്തിലൂടെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുക എന്നതല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാന അധ്യാപനം. ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്: അവർ ഒരു കരാറിലും ഏർപ്പെടുന്നില്ലെങ്കിലോ അതല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയാണെങ്കിലോ അപ്പോൾ അവരുമായി യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരുടെ അടുക്കൽ വന്നു. അവിടുത്തെ നിർദ്ദേശപ്രകാരം 3 ദിവസം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എൻ്റെ കുതിരപ്പടയാളികളെ അവരുടെ അടുത്തേക്ക് അയച്ചു. ഓ ബനു ഹാരിസെ, ഇസ്ലാം സ്വീകരിക്കുക, അങ്ങനെയാൽ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അവർ തബ്ലീഗ് ചെയ്തു, അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. ഈ വാചകത്തിൽ നിന്ന് ഇത് വളരെ വ്യക്തമാണ്. അവർ യുദ്ധത്തിൽ മുൻകൈയെടുത്തില്ല, അതിനാൽ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഇവർ യുദ്ധം ചെയ്യാനല്ല പോയത്, മറിച്ച് തബ്ലീഗ് ചെയ്യാനാണ് പോയത്. അത് അവർ നല്ലവണ്ണം ചെയ്തു. ഇപ്പോൾ ഞാൻ അവരോടൊപ്പം താമസിക്കുകയും ദീനിന്റെ കൽപ്പനകളും വിലക്കുകളും നിയമങ്ങളും അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അങ്ങയുടെ ഭാഗത്തു നിന്ന് എന്ത് കൽപ്പനയാണ് വരുന്നത് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. വസ്സലാമു അലൈക യാ റസൂലല്ലാ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതായിരുന്നു ഖാലിദിന്റെ കത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ കത്തിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ നിന്ന് ഖാലിദ് ബിൻ വലീദിന് അസ്സലാമു അലൈക്കും. യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അമ്മാബാദ്, താങ്കളുടെ കത്ത് ദൂതൻ മുഖേന എൻ്റെ അടുക്കലെത്തി. ബനു ഹാരിസ് ഇസ്ലാം സ്വീകരിച്ചുവെന്നും യുദ്ധത്തിനു മുമ്പ് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന് സാക്ഷ്യം വഹിച്ചുവെന്നും മനസ്സിലായി. ഇത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അത് അവൻ അവർക്ക് പ്രദാനം ചെയ്തു. അതിനാൽ താങ്കൾ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തുകയും ചെയ്യുക. അവരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചു പേരെയും കൂട്ടി എൻ്റെ അടുക്കൽ വരിക. വസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ കൽപ്പന കണ്ട ശേഷം ബനു ഹാരിസിലെ ചില വ്യക്തികളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി. അദ്ദേഹം കൂടെ കൊണ്ടുപോയ ആളുകളുടെ പേരുകൾ ഇവയാണ്: ഖയസ് ബിൻ ഹുസൈൻ, യസീദ് ബിൻ അബ്ദുൽ മദാൻ, യസീദ് ബിൻ മുഅജ്ജൽ, അബ്ദുള്ള ബിൻ ഖുറാദ്, ഷദ്ദാദ് ബിൻ അബ്ദുള്ള, അമ്ർ ബിൻ അബ്ദുള്ള. ഈ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായപ്പോൾ അവിടുന്ന് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു: ഇവരാരാണ്? ഇവരെ കണ്ടാൽ ഇന്ത്യക്കാരെ പോലെ തോന്നുന്നു. അവർ ബോധിപ്പിച്ചു: യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ ബനു ഹാരിസിലെ ആളുകളാണ്. ആ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സലാം ചൊല്ലിക്കൊണ്ട് അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്നും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നും ഏറ്റുപറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു: അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും നിശ്ചയമായും ഞാൻ അവൻ്റെ ദൂതനാണെന്നും ഞാനും സാക്ഷ്യം വഹിക്കുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ നിങ്ങളുടെ ശത്രുവുമായി യുദ്ധം ചെയ്യുമ്പോൾ അവനെ വിരട്ടി ഓടിക്കുന്നവരാണ്. അങ്ങനെയല്ലേ? ആളുകൾ മൗനം പാലിച്ചു. അവരിൽ ആരും മുന്നോട്ട് വന്നില്ല, അതായത് സംസാരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 2ാം തവണയും ആവർത്തിച്ചു. അപ്പോഴും അവർ മൗനം ദീക്ഷിച്ചു. ആരും തന്നെ മുന്നോട്ട് വന്നില്ല, ആരും മറുപടി നൽകിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3ാമത്തെ തവണയും ആവർത്തിച്ചു. ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 4ാം തവണയും അത് തന്നെ ആവർത്തിച്ചു. നിങ്ങൾ ശത്രുവുമായി യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനെ ഓടിച്ചു കളയുന്നു, അതായത് നിങ്ങൾ സ്വയം വലിയ ശക്തിയുള്ളവരാണെന്ന് കരുതുന്നവരായിരുന്നു. അപ്പോൾ യസീദ് ബിൻ അബ്ദുൽ മദാൻ റളിയല്ലാഹു അൻഹു ബോധിപ്പിച്ചു: യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, ഞങ്ങൾ അപ്രകാരമുള്ള ആളുകളാണ്. ഞങ്ങൾ ആരുമായി യുദ്ധം ചെയ്താലും അവരെ ഓടിച്ചു കളയും. അദ്ദേഹം ഈ വാക്ക് 4 തവണ ആവർത്തിച്ചു. ഞങ്ങൾ വലിയ പോരാളികളും രണധീരന്മാരുമായിരുന്നു.
പക്ഷേ ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഇവിടെ കീഴ്പ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചുവെന്ന് ഖാലിദ് എനിക്ക് എഴുതി അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കീഴ്മേൽ കെട്ടിത്തൂക്കുമായിരുന്നു. യസീദ് ബിൻ അബ്ദുൽ മദാൻ ബോധിപ്പിച്ചു, ഞങ്ങൾ അങ്ങയോടോ ഖാലിദിനോടോ കടപ്പെട്ടവരല്ല. പുതുതായി ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ നിങ്ങൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം ബോധിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മാധ്യമത്തിലൂടെ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയ അള്ളാഹുവിനോടാണ് ഞങ്ങൾ കൃതജ്ഞതയുള്ളവർ. അദ്ദേഹം വളരെ നല്ല മറുപടിയാണ് നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണ്. പിന്നെ അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ എതിരാളികളെ കീഴ്പ്പെടുത്തിയിരുന്നത്? അപ്പോൾ അദ്ദേഹം ബോധിപ്പിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ശത്രുവുമായി യുദ്ധം ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒരുമയോടെ യുദ്ധം ചെയ്താൽ തീർച്ചയായും ഞങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നും ഞങ്ങളെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നും അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഇസ്ലാം ആവിർഭവിക്കുകയും എല്ലാ ഗോത്രങ്ങളെയും ഏകോപിപ്പിക്കുകയും വിവിധ ഗോത്രങ്ങൾ ഒരേ മനസ്സായി മാറുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. അതിനാൽ ഞങ്ങൾ ഇവരുമായി യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. യുദ്ധം ചെയ്യാതിരിക്കുക മാത്രമല്ല, ഇസ്ലാം സ്വീകരിക്കുക കൂടി ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതാണ് സത്യമതം എന്നവർ മനസ്സിലാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേസ് ബിൻ ഹുസൈനെ ബനു ഹാരിസിന്റെ അമീറായി നിശ്ചയിച്ചു. ഷവാലിന്റെ അവസാനം അല്ലെങ്കിൽ ദുൽഖൈദന്റെ തുടക്കത്തിൽ അവരെ യാത്ര അയച്ചു. അവർ തങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ എത്തി 4 മാസത്തിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ യുദ്ധം തബൂക്ക് യുദ്ധമായിരുന്നു. അവസാന സൈന്യം അല്ലെങ്കിൽ സൈനിക നീക്കം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത് ലഷ്കർ ഉസാമയായിരുന്നു. ഉസാമയുടെ സൈന്യത്തിൻ്റെ വിശദാംശങ്ങൾ വിവരിച്ചെടുത്ത് ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും പരാമർശത്തിൽ മുമ്പ് പറഞ്ഞിരുന്നു. എന്നാലും ചില പശ്ചാത്തല വിവരണം ഇവിടെ നടത്തുന്നതാണ്. ബുഖാരിയിൽ നിന്ന് നിവേദനം. ഹദ്രത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഹദ്രത്ത് സെയ്ദ്, ഹദ്രത്ത് ജാഫർ, ഹദ്രത്ത് അബ്ദുള്ള ബിൻ റവാഹ എന്നിവയുടെ മരണത്തെക്കുറിച്ച് അവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത അറിയിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദ് പതാകയേന്തി. അതിനു മുമ്പ് ഉസാമയുടെ സൈന്യത്തിന് മുമ്പ് ഒരു സൈന്യം അയച്ചിരുന്നു. അദ്ദേഹം ആ പതാകയേന്തി 2 പേരും അദ്ദേഹം ഷഹീദായി. പിന്നെ ജാഫർ അത് പതാക എടുത്തു. അദ്ദേഹവും ഷഹീദായി. അതിനുശേഷം റവാഹ പതാകയേന്തി, അദ്ദേഹവും ഷഹീദായി. അദ്ദേഹത്തിൻ്റെ തിരുനബിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയുണ്ടായി. അവസാനം അള്ളാഹുവിൻ്റെ വാളുകളിൽ ഒരു വാളായ ഖാലിദ് ബിൻ വലീദ് പതാകയേന്തി. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് ശത്രുക്കൾക്ക് മേൽ വിജയം നൽകി. ഹജ്ജത്തുൽ വിദായിൽ നിന്നുള്ള തിരിച്ചുവരവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവറയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ ഭാഗത്ത് തെക്ക് ഭാഗത്ത് നിന്നും മദീന നിവാസികൾക്ക് ശത്രുക്കളുടെ ഒരു അപായവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വടക്ക് ഭാഗത്തു നിന്നും റോമക്കാരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും അപകടം ബാക്കിയുണ്ടായിരുന്നു. കാരണം ആ ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ ശക്തിയിലും അധികാരത്തിലും അപ്പോഴും വളരെ അഹങ്കാരമായിരുന്നു. അതുകൊണ്ട് ഏതു സമയത്തും അവരുടെ ഭാഗത്തു നിന്നുള്ള അക്രമം പ്രതീക്ഷിക്കാമായിരുന്നു. മോത്ത യുദ്ധത്തിൻ്റെ ശ്രോതാക്കളുടെ പ്രതിക്രിയയും ബാക്കിയുണ്ടായിരുന്നു. കാരണം ആ യുദ്ധത്തിൽ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിൻ്റെ യുദ്ധ നൈപുണ്യം കാരണത്താൽ മുസ്ലിങ്ങളുടെ സൈന്യം മദീനയിലേക്ക് തിരിച്ചെത്തുന്നതിൽ വിജയിക്കുകയുണ്ടായി. ഹജ്ജിൽ നിന്നും മടങ്ങിയതിനു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രത്യേകം നടത്തിയ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹദ്രത്ത് ഉസാമ ബിൻ സെയ്ദിൻ്റെ സൈന്യാധിപത്യത്തിൽ ഒരു സൈന്യത്തെ സിറിയയിലേക്ക് ആക്രമണത്തിനായി അയക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഉസാമയുടെ സൈന്യത്തിൻ്റെ സജ്ജീകരണങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വഫാത്തിന് 2 ദിവസം മുമ്പ് ശനിയാഴ്ച ദിവസമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. അതിൻ്റെ തുടക്കം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന് മുമ്പായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസത്തിൻ്റെ അവസാനം റോമക്കാരുമായുള്ള യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി കൽപ്പന നൽകി. അത് ഉസാമയെ വിളിപ്പിച്ചു പറഞ്ഞു, താങ്കളുടെ പിതാവ് ഷഹീദായ ആ സ്ഥലത്തിലേക്ക് താങ്കൾ പുറപ്പെടുക. ഹദരത്ത് സെയ്ദ് ഷഹാദത്ത് വരിച്ച സ്ഥലമായിരുന്നു അത് മുമ്പുള്ള ഒരു യുദ്ധത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ പോകുക, എന്നിട്ട് ശത്രുക്കളെ പടയോട്ടം നടത്തി ചവിട്ടി മെതിക്കുക. അതായത് ശത്രുക്കളെ കുതിരകൾ ഓടിച്ച് നശിപ്പിക്കുക. ഞാൻ താങ്കളെ ഈ സൈന്യത്തിൻ്റെ അമീറായി നിശ്ചയിച്ചിരിക്കുന്നു. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബൽക്ക, ദാറൂം എന്നിവരെ കുതിരകൾ ഓടിച്ച് നശിപ്പിക്കുക. ബൽക്ക സിറിയയിലുള്ള ഒരു സ്ഥലമാണ്. ദമിഷ്കിലും വാദിൽ ഖുറയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ദാറൂം എന്ന് പറയുന്നത് മിസറിലേക്ക് പോകുന്ന വഴി ഫലസ്തീനിൽ ഗസയ്ക്ക് ശേഷമുള്ള ഒരു പ്രദേശമാണ്. സിറിയയിലേക്കുള്ള യാത്ര പുറപ്പാടിന് ഉള്ള കൽപ്പന നൽകിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരം വെളുത്ത ഉടൻ തന്നെ അഹ്ലെ അബ്ന നിവാസികൾക്ക് മേലും ആക്രമണം നടത്തുക. ഉബ്ന എന്ന് പറയുന്നത് സിറിയയിലുള്ള ബുൽക്കായിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു സ്ഥലമാണ്. പറഞ്ഞു, നിങ്ങൾ ദ്രുതഗതിയിൽ യാത്ര ചെയ്യുക. അവർക്ക് നിങ്ങളുടെ വരവിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതിന് മുമ്പ് അവിടെ എത്തുക. അള്ളാഹു നിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുകയാണെങ്കിൽ അവിടെ ചുരുങ്ങിയ കാലം മാത്രം തങ്ങുക. നിങ്ങളോടൊപ്പം വഴികാട്ടികളെയും അതുപോലെ തന്നെ ചാരന്മാരെയും അന്വേഷകരെയും കൂടെ കൂട്ടുക, അവരെ മുന്നോട്ടേക്ക് അയക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഉസാമക്ക് തൻ്റെ കൈകൊണ്ട് ഒരു പതാക കെട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പേരിൽ അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. അള്ളാഹുവിനെ നിഷേധിച്ചവരുമായി യുദ്ധം ചെയ്യുക. വഞ്ചന കാണിക്കരുത്. കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലരുത്. കൂടാതെ ശത്രുവുമായി ഏറ്റുമുട്ടാനുള്ള താല്പര്യം കാണിക്കരുത്. ഈ വാക്യം ശത്രുവിൻ്റെ ഭീഷണിയുമായി ഏറ്റുമുട്ടുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശത്രു ആക്രമിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യണം, എന്നാൽ നിങ്ങൾ സ്വയം ഏറ്റുമുട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, ഒരുപക്ഷെ നിങ്ങൾ അതിലൂടെ പരീക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ നിങ്ങൾ ഇപ്രകാരം പറയുക, അള്ളാഹുവെ, നീ ആഗ്രഹിക്കുന്നത് പോലെ നീ ഞങ്ങൾക്ക് ഇവരുടെ കാര്യത്തിൽ മതിയായവനാകുക. ഇവരുടെ യുദ്ധത്തെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റുക. യുദ്ധം ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാനാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. അതിനാൽ അവർ നിങ്ങളുമായി ഏറ്റുമുട്ടുകയാണെങ്കിലും എന്നിട്ടും യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് കൂടുകയും ശബ്ദമുണ്ടാക്കുകയും കോലാഹലമുണ്ടാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഗാംഭീര്യവും മൗനവും നിർബന്ധമാണ്. പിന്നെ മൗനത്തോടെയും ഗാംഭീര്യത്തോടെയും യുദ്ധം ചെയ്യുക. നിങ്ങൾ തമ്മിൽ കലഹിക്കരുത്, അല്ലാത്ത പക്ഷം നിങ്ങൾ ഭീരുക്കളായി മാറും. നിങ്ങളുടെ ഭയവും പ്രതാപവും നഷ്ടപ്പെടും. നിങ്ങളിൽ ഐക്യം സ്ഥാപിക്കുക. നിങ്ങൾ പറയുക, അള്ളാഹുവെ, ഞങ്ങൾ നിന്റെ അടിമകളാണ്, അവരും നിന്റെ അടിമകളാണ്. ഞങ്ങളുടെ നെറ്റിത്തടങ്ങളും അവരുടെ നെറ്റിത്തടങ്ങളും നിന്റെ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. നീ മാത്രമാണ് ഞങ്ങൾക്ക് മതിയായവൻ, ഇവർക്കെതിരെ ഞങ്ങൾക്ക് മതിയായവൻ. നിങ്ങൾ അറിയുക, സ്വർഗം വാളുകളുടെ തണലിലാണ്, യുദ്ധം ചെയ്യുന്നവർക്കുള്ളതാണ്. ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് കെട്ടിയ പതാകയുമേന്തി പുറപ്പെട്ടു. അത് ഹദരത്ത് ബുറൈദ ബിൻ ഉസൈബിനെ ഏൽപ്പിച്ചു. ജുർഫ് എന്ന സ്ഥലത്ത് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. ജുർഫ് മദീനയിൽ നിന്ന് 3 മൈൽ വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. മുഹാജിറുകളിലെയും അൻസാറുകളിലെയും ആദരണീയരായ ഒരു വ്യക്തി പോലും അവശേഷിച്ചില്ല. എല്ലാവരെയും ഈ യുദ്ധത്തിനായി വിളിച്ചു. അവരിൽ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹദരത്ത് അബു ഉബൈദ റളിയല്ലാഹു അൻഹു, ഹദരത്ത് ഉബൈദ ഇബ്നുൽ ജറാർ റളിയല്ലാഹു അൻഹു, ഹദരത്ത് സാദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഹദരത്ത് സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഹദരത്ത് ഖതാദ ബിൻ നുമാൻ റളിയല്ലാഹു അൻഹു, ഹദരത്ത് സൽമാ ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു എന്നിവർ ഉൾപ്പെട്ടിരുന്നു. എല്ലാവരെയും ഹദരത്ത് ഉസാമയുടെ കീഴിൽ നിശ്ചയിച്ചു. ചില ആളുകൾക്കിടയിൽ ഇങ്ങനെ അടക്കം പറച്ചിലുണ്ട്, ഈ ചെറുപ്പക്കാരനെ ആദ്യകാല മുഹാജിറുകൾക്ക് മേൽ അമീറാക്കിയിരിക്കുകയാണ്. ഇവരിൽ എത്രയോ വലിയ സഹാബികളുണ്ട്, എന്നിട്ടും ഈ ചെറുപ്പക്കാരനെ അമീറാക്കിയിരിക്കുന്നു. ഇക്കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിയപ്പോൾ അവിടുന്ന് കഠിനമായി കോപിച്ചു. അവിടുന്ന് തൻ്റെ ശിരസ് ഒരു തൂവാല കൊണ്ട് കെട്ടിയിരുന്നു.
ഒരു പുടവ ധരിച്ചുകൊണ്ട് അവിടുന്ന് മിമ്പറിൽ കയറി അള്ളാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, ഉസാമയെ അമീറാക്കിയതിനെ കുറിച്ച് നിങ്ങളിൽ ചിലർ സംസാരിച്ചത് എനിക്ക് അറിയാനിടയായിരിക്കുന്നു. എൻ്റെ ഉസാമയെ അമീറാക്കിയതിന് നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചുവെങ്കിൽ ഇതിനു മുമ്പ് അവൻ്റെ പിതാവിനെ ഞാൻ അമീറാക്കിയപ്പോഴും നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അള്ളാഹു ആണ്, അദ്ദേഹവും നേതൃത്വത്തിന് യോഗ്യനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനും നേതൃത്വത്തിന് യോഗ്യനാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരാളായിരുന്നു അദ്ദേഹം. നിശ്ചയമായും ഇവർ രണ്ടുപേരിൽ നിന്നും എല്ലാതരം നന്മയും ഭംഗിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ നിങ്ങൾ ഈ ഉസാമയുടെ നന്മ മനസ്സിലാക്കുക, കാരണം അവൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമരിൽപ്പെട്ടവനാണ്. ഹസ്രത്ത് ഉസാമയുടെ കൂടെ യാത്രയാവുകയായിരുന്ന മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിടവാങ്ങി ജുർഫിൽ സൈന്യത്തിൽ ചേരാൻ പോകുകയായിരുന്നു ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചു. എന്നിട്ടും അവിടുന്ന് താക്കീത് നൽകിക്കൊണ്ടിരുന്നു, ഉസാമയുടെ സൈന്യത്തെ അയക്കുക, അത് ഏത് സാഹചര്യത്തിലും പോകേണ്ടതാണ്. ഞായറാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദനക്ക് കാഠിന്യമേറി. അത് ഉസാമ റളിയല്ലാഹു അൻഹു സൈന്യത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് ബോധരഹിതനായിരുന്നു, മോഹലസ്യപ്പെട്ടിരുന്നു. രോഗം വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. ആ ദിവസം ആളുകൾ അവിടത്തേക്ക് മരുന്ന് കുടിപ്പിച്ചിരുന്നു. ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു തലകുനിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിച്ചു. അവിടത്തേക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവിടുന്ന് തൻ്റെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുകയും ഹദരത്ത് ഉസാമയുടെ തലയിൽ കൈവയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു സൈന്യത്തിലേക്ക് തിരിച്ചുപോയി. തിങ്കളാഴ്ച ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു വീണ്ടും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ അവിടത്തേക്ക് രോഗം ശമിച്ചിരുന്നു. അവിടുന്ന് ഉസാമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നീ യാത്രയാകുക. ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിട ചൊല്ലി തൻ്റെ സൈന്യത്തിലേക്ക് പോകുകയും ആളുകളോട് യാത്ര തുടങ്ങാൻ കൽപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചതേയുള്ളൂ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് ഹദരത്ത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഒരു വ്യക്തിയെ സന്ദേശവുമായി അയച്ചത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയം ആഗതമായിരിക്കുന്നു. ഇത് കേട്ട് ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. ഹദരത്ത് ഉമറും ഹദരത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവിടുന്ന് ഊർജ്ജശ്വാസം വലിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം അവിടുന്ന് വഫാത്താകുകയുണ്ടായി. അത് കാരണം മുസ്ലിം സൈന്യം ജുർഫ് എന്ന സ്ഥലത്ത് നിന്ന് മദീനയിലേക്ക് തിരിച്ചെത്തി. ഹദരത്ത് ബുറൈദ ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു ഹദരത്ത് ഉസാമയുടെ പതാക കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിക്കൽ നാട്ടി. ഒരു നിവേദനം അനുസരിച്ച് ഹദരത്ത് ഉസാമയുടെ സൈന്യം സുഖുഷ്ബിൽ ആയിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സുഖുഷ്ബും മദീനയിൽ നിന്ന് ഒരു രാത്രിയുടെ യാത്രാ ദൂരത്തിൽ ഷാമിൻ്റെ വഴിയിലുള്ള ഒരു താഴ്വരയാണ്. എന്തായാലും ഇവർ എല്ലാവരും തിരിച്ചു വരികയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ബയ്യത്ത് സ്വീകരിച്ചപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹദരത്ത് ബുറൈദ ബിൻ ഹുസൈബിനോട് ഇപ്രകാരം കൽപ്പിച്ചു, പതാക എടുത്തുകൊണ്ട് ഉസാമയുടെ വീട്ടിലേക്ക് പോകുക, അദ്ദേഹം തൻ്റെ ദൗത്യത്തിനായി യാത്രയാവട്ടെ. ഹദരത്ത് ബുറൈദ റളിയല്ലാഹു അൻഹു പതാക സൈന്യത്തിൻ്റെ ആദ്യ സ്ഥലത്തേക്ക് തന്നെ തിരികെ കൊണ്ടുപോയി. ഈ സൈന്യത്തിൻ്റെ അംഗബലം 3000 ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ 1000 അശ്വഭടന്മാരുണ്ടായിരുന്നു. മറ്റൊരു നിവേദനം അനുസരിച്ച് ഹദരത്ത് ഉസാമ ബിൻ സെയ്ദിനെ 700 ആളുകളോടൊപ്പം ഷാമിലേക്ക് അയച്ചു. ഒരു നിവേദനത്തിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ 2-ാം ദിവസമാണ് ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്തത്, ഉസാമയുടെ ദൗത്യം പൂർണ്ണതയിലെത്തും. ഉസാമയുടെ സൈന്യത്തിൽ നിന്ന് ഒരൊറ്റ വ്യക്തി മദീനയിൽ അവശേഷിക്കരുത്, പകരം അവർ എല്ലാവരും ജുർഫിലെ സൈന്യത്തിൽ പോയി ചേരണം. ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മുഴുവൻ അറബ് രാജ്യവും മതപരിത്യാഗികളായി, മുർത്തദായി. ഹദരത്ത് ഉമറിനെയും ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിനെയും പോലെയുള്ള ധീരരായ മനുഷ്യർ പോലും ഈ പരീക്ഷണ ഘട്ടത്തിൽ വിറച്ചുപോയി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വഫാത്തിനടുത്ത് റോമൻ പ്രദേശത്തേക്ക് ആക്രമണം നടത്താൻ ഒരു സൈന്യത്തെ സജ്ജീകരിച്ചിരുന്നു. അതിൻ്റെ അധിപനായി ഹദരത്ത് ഉസാമയെ നിയമിച്ചിരുന്നു. ഈ സൈന്യം യാത്രയാകുമ്പോഴേക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയുണ്ടായി. അവിടുന്ന് വഫാത്തായ ശേഷം അറബ് മുർത്തദായപ്പോൾ സഹാബികൾ ചിന്തിച്ചു, ഇങ്ങനെയുള്ള ഒരു കലാപഘട്ടത്തിൽ ഉസാമയുടെ സൈന്യത്തെ ഇപ്പോൾ റോമിൻ്റെ പ്രദേശത്തേക്ക് ആക്രമണത്തിനയച്ചാൽ മദീനയിൽ വൃദ്ധരായ പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും മാത്രം അവശേഷിക്കും. മദീനയുടെ സംരക്ഷണത്തിന് ഒരു സംവിധാനവും ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട സഹാബികളുടെ ഒരു പ്രതിനിധി സംഘം ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുകയും ഈ കലാപം കെട്ടടങ്ങുന്നത് വരെ സൈന്യത്തെ തടഞ്ഞു നിർത്താൻ അപേക്ഷിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറ്റ് ഉന്നത സഹാബികളും അവിടുത്തെ അടുക്കൽ ഹാജരായി.
കലാപം അവസാനിക്കുന്നവരെ സൈന്യത്തെ തടഞ്ഞു വെക്കാൻ അപേക്ഷിച്ചു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു ഇത് കേട്ടപ്പോൾ വളരെയധികം കോപാവേശത്തോടെ ആ പ്രതിനിധി സംഘത്തിന് മറുപടി നൽകി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂ ഖുഹാഫയുടെ മകൻ, അതായത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കാൻ കൽപ്പിച്ച സൈന്യത്തെ തടയുക എന്നതാണോ? അള്ളാഹു ആണ്. ശത്രു സൈന്യം മദീനയിലേക്ക് കടന്നു കയറുകയും നായ്ക്കൾ മുസ്ലിം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ വലിച്ചിഴച്ച് നടക്കുകയും ചെയ്താൽ പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കാൻ തീരുമാനിച്ച സൈന്യത്തെ ഞാൻ ഒരിക്കലും തടയുകയില്ല. ഈ സ്ഥൈര്യവും ധൈര്യവും ഹദരത്ത് അബൂബക്കറിൽ ഉണ്ടായതിന് കാരണം അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരുന്നു: മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ കാഫിറുകളോട് കഠിനമായി പെരുമാറുന്നവരാണ്. വൈദ്യുതിയുമായി ഒരു സാധാരണ കമ്പി ചേരുമ്പോൾ അതിൽ വലിയ ശക്തി ഉണ്ടാകുന്നത് പോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ബന്ധത്തിന്റെ ഫലമായി അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരും അശിദ്ദാഉ അലൽ കുഫാർ, കാഫിറുകളോട് കഠിനമായി പെരുമാറുന്നവരായി മാറുന്നു. ഹദരത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ജയ്ഷെ ഉസാമയുടെ സൈന്യത്തിന്റെ പടനീക്കത്തെക്കുറിച്ച് തന്റെ മനോഹരമായ കൃതിയായ സിറുൽ ഖിലാഫിൽ വിവരിക്കുന്നു. ഇബ്നു അസീർ തന്റെ ചരിത്രകഥയിൽ എഴുതിയിരിക്കുന്നു: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിക്കുകയും അവിടുത്തെ മരണവാർത്ത മക്കയിലും അവിടുത്തെ ഗവർണർ അത്താബ് ബിൻ അസീദിന്റെ അടുക്കലും എത്തിയപ്പോൾ അത്താബ് ഒളിച്ചു. മക്ക പ്രകമ്പനം കൊണ്ടു അവിടുത്തെ നിവാസികൾ മുർത്തദാകുമെന്ന പ്രതീതി ഉളവായി. അദ്ദേഹം തുടർന്ന് എഴുതുന്നു: അറബികൾ മുർത്തദ്ദായി. ഓരോ ഗോത്രത്തിലും സാധാരണക്കാരും വിശിഷ്ട ജനങ്ങളും എല്ലാം മുർത്തദ്ദായി. കപടവിശ്വാസം എല്ലാവരിലും പ്രകടമായി. ജൂതന്മാരും ക്രിസ്ത്യാനികളും തലപൊക്കി തുടങ്ങി. അതായത് മുസ്ലിങ്ങൾ ദുർബലരായി, ഇനി ഞങ്ങൾക്ക് ആക്രമിക്കാമല്ലോ എന്ന് അവർ വിലയിരുത്തി. മുസ്ലിങ്ങളുടെ അവസ്ഥ തങ്ങളുടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയോഗ കാരണം തങ്ങൾ ന്യൂനപക്ഷവും ശത്രുക്കൾ ഭൂരിപക്ഷമായിരുന്നതിനാലും മഴയുള്ള രാത്രിയിൽ നനഞ്ഞു കുളിച്ച ആടുകളെ പോലെയായി, അതായത് നിസ്സഹായ അവസ്ഥയായി. അപ്പോൾ ആളുകൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു: ഈ ആളുകൾ ഉസാമയുടെ സൈന്യത്തെ മാത്രമാണ് മുസ്ലിങ്ങളുടെ സൈന്യമായി കാണുന്നത്. അങ്ങ് കാണുന്നത് പോലെ അറബികൾ അങ്ങയോട് കലാപം ചെയ്തിരിക്കുന്നു. അതിനാൽ മുസ്ലിങ്ങളുടെ ഈ സംഘത്തെ അങ്ങ് വേർതിരിക്കുന്നത് ഉചിതമല്ല. അപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു: ആരുടെ കയ്യിലാണോ എൻ്റെ ജീവൻ ഇരിക്കുന്നത്, ആ അള്ളാഹുവിനെ കൊണ്ട് സത്യം, വന്യമൃഗങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോയാലും എനിക്ക് അങ്ങനെ അവസ്ഥ വന്നാലും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് ഉസാമയുടെ സൈന്യത്തെ തീർച്ചയായും അയക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത തീരുമാനത്തെ റദ്ദ് ചെയ്യാൻ എനിക്കാവില്ല. ചുരുക്കത്തിൽ അവിടുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ അതിൻ്റെ യഥാർത്ഥ നിലയിൽ നിലനിർത്തുകയും നടപ്പിലാക്കുകയും ചെയ്തു. ഉസാമയുടെ സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്ന സഹാബികളോട് തിരികെ സൈന്യത്തിൽ ചേരാൻ നിർദ്ദേശിച്ചു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു: ഉസാമയുടെ സൈന്യത്തിൽ മുമ്പ് ചേർന്നവരും അതിൽ ചേരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചവരുമായ ഒരു വ്യക്തിയും പിന്മാറരുത്. പിന്നോട്ട് പോകാൻ ഞാൻ ഒരാളെയും അനുവദിക്കുകയില്ല. അത് ഇനി കാൽനടയായി പോകേണ്ടി വന്നാലും ശരി, തീർച്ചയായും അവർ പോകുന്നതാണ്. അങ്ങനെ ഒരൊറ്റ വ്യക്തി പോലും പിന്നിലായില്ല. എല്ലാവരും യാത്രയായി. എന്തായാലും ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സൈന്യത്തെ അയച്ചതിനെ കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജയ്ഷെ ഉസാമ ജുർഫ് എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വയം അവിടെ സന്നിഹിതനാകുകയും സൈന്യത്തെ പരിശോധിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇതും പറയപ്പെടുന്നു: ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹദരത്ത് ഉസാമയോട് പറഞ്ഞു: താങ്കൾ ഉചിതമാണെന്ന് കരുതുന്നുവെങ്കിൽ ഹദരത്ത് ഉമറിനെ എൻ്റെ കാര്യങ്ങളിൽ സഹായിയായി ഇവിടെ വിട്ടു നൽകാവുന്നതാണ്. കാരണം ഹദരത്ത് ഉമറും സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതിന് ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു അനുമതി നൽകി. ആ സംഭവത്തിന് ശേഷം ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഹദരത്ത് ഉസാമയെ കാണുമ്പോഴൊക്കെ അദ്ദേഹം വിളിച്ചിരുന്നത് അസ്സലാമു അലൈക അയ്യുഹൽ അമീർ, ഓ അമീറെ താങ്കൾക്ക് സമാധാനം എന്നാണ്. അതിന് മറുപടിയായി ഉസാമ റളിയല്ലാഹു അൻഹു ഗഫറല്ലാഹു ലക്കും, അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ എന്നും പറയുമായിരുന്നു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപദേശമായ ഹദരത്ത് ഉസാമയോട് ഇതും പറഞ്ഞു: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളോട് ചെയ്യാൻ കൽപ്പിച്ചതെല്ലാം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുത്, ഒരു ഉപേക്ഷയും കാണിക്കരുത്. യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ മുമ്പ് വിവരിച്ചതിനാൽ അത് ഞാനിവിടെ ഒഴിവാക്കുകയാണ്. ഈ സൈന്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ വിജയശ്രീലാളിതരായി തിരിച്ചു വരികയുണ്ടായി. ശത്രുക്കൾ വധിക്കപ്പെടുകയോ ബന്ദിയാക്കപ്പെടുകയോ ചെയ്തു. ഈ യുദ്ധത്തിൽ ഒരു മുസ്ലിമിനും ജീവാഭയം സംഭവിച്ചില്ല. നിവേദനമനുസരിച്ച് ഈ സൈന്യം 40 മുതൽ 70 ദിവസം വരെ
പുറത്ത് താമസിച്ചതിന് ശേഷം മദീനയിൽ തിരിച്ചെത്തി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന സ്നേഹം എത്രമാത്രം മഹത്തായിരുന്നു എന്ന് നോക്കുക. ഉസാമയുടെ പതാകക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് കെട്ടിട്ടിരുന്നു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് കെട്ടിയ പതാകയുടെ കെട്ട് അബൂ ഖുഹാഫയുടെ മകൻ എങ്ങനെ അഴിച്ചു മാറ്റും? അതിനാൽ ലഷ്കർ ഉസാമയുടെ തിരിച്ചുവരവിന്റെ സമയത്തും ആ പതാകയുടെ കെട്ട് അഴിക്കുകയുണ്ടായില്ല. അത് ഹദരത്ത് ഉസാമ റളിയല്ലാഹു അൻഹു വഫാത്താകുവോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ഇതോടെ ഈ ഗസ്വകളുടെ വിവരണം അവസാനിക്കുന്നു. ഇൻഷാ അല്ലാ ഇനി സീറത്തിന്റെ നബിചരിത്രത്തിന്റെ മറ്റു ചില വിവരങ്ങൾ വശങ്ങൾ നോക്കുന്നതാണ്. ഇൻഷാ അല്ലാ അത് നോക്കാം. ഈ സമയത്ത് ഞാൻ 2 മർഹൂമിങ്ങളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാ നമസ്കാരാനന്തരം അവരുടെ ജനാസയും ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. അസീസുർ റഹ്മാൻ ഖാലിദ് സാബ് മർഹൂം ജമാഅത്തിന്റെ മൊറബി ആയിരുന്നു. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 79-ാമത്തെ വയസ്സിൽ അമേരിക്ക വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമിന്റെ മാതാമഹൻ ഹദരത്ത് മിയാ റംഗലി സാഹിബ് റളിയല്ലാഹു അൻഹു ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സ്വഹാബി വര്യനായിരുന്നു. അസീസ് റഹ്മാൻ ഖാലിദ് സാബ് ജാമ്യയിൽ പ്രവേശിച്ച അഡ്മിഷൻ നേടിയ സംഭവം ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം താലീമുൽ ഇസ്ലാം ഹൈസ്കൂളിലെ അസംബ്ലിയിൽ ഹദരത്ത് മൗലാന കാസി മുഹമ്മദ് നസീർ സാബ് റളിയല്ലാഹു അൻഹു വരികയും ജീവിതം സമർപ്പിക്കേണ്ടതിൻ്റെ അതായത് വഖഫ് ആകേണ്ട ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഈ പ്രഭാഷണം പല വിദ്യാർത്ഥികളിലും വലിയ സ്വാധീനമുളവാക്കി. പ്രഭാഷണം അവസാനിച്ചപ്പോൾ മർഹൂമിൽ ജീവിതം സമർപ്പിക്കാനുള്ള ആവേശമുണർന്നു. അദ്ദേഹം നേരെ ജാമ്യയിൽ പോയി അവിടെ ഒരു ചെറിയ അഭിമുഖത്തിന് ശേഷം 1960 അദ്ദേഹത്തിന് ജാമ്യയിൽ പ്രവേശനം ലഭിച്ചു. 1969 അദ്ദേഹം ജാമ്യയിൽ നിന്ന് ഷാഹിദ് ബിരുദം നേടി. ജാമ്യ പൂർത്തിയാകുന്നതിന് 9 വർഷം എടുത്തു. അദ്ദേഹത്തിന് ഒരു ട്രെയിൻ അപകടം സംഭവിച്ചതുകൊണ്ടായിരുന്നു അത്. അതിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും 2 വർഷം നഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം ധൈര്യം കൈവിടിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്തു. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹിന്റെ പ്രാർത്ഥനകൾ കാരണമാണ് തന്റെ ജീവിതം രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. മൊബലിഗായതിനു ശേഷം അദ്ദേഹം സിയറിയലോൺ, നൈജീരിയ, ഘാന, താൻസാനിയ, സൻസിബാർ എന്നിങ്ങനെ വിദേശ രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു. പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളിൽ മൊറബിയായി സേവനം ചെയ്തു. പിന്നീട് തിരിച്ചു വന്ന ശേഷം തഹരീഖ് ജദീൽ വക്കാലത്ത് ഇഷാത്ത് റബുവയിൽ സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിന്റെ മകളുടെ മകനായ ഹംസ ഉബൈദുള്ള ജാമ്യ ബിരുദധാരിയായ ഒരു മൊറബിയാണ്. അദ്ദേഹം പറയുന്നു, അസീസ് റഹ്മാൻ സാബ് പറയാറുണ്ടായിരുന്നു, ആഫ്രിക്കയിൽ ചിലപ്പോഴൊക്കെ ഉപ്പ് വിതറി പുഴുങ്ങിയ ചോറ് മാത്രം കഴിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. കറികളോ മറ്റു ഭക്ഷണ സാധനങ്ങളോ ലഭിക്കില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ സാധാരണ ഭക്ഷണം പോലും ലഭിക്കില്ലായിരുന്നു. പുഴുങ്ങിയ ചോറ് പോലും ലഭിക്കില്ലായിരുന്നു. പല ദിവസങ്ങളിലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യകാല മൊറബിമാരുടെയും മൊബലിഗുമാരുടെയും ഈ പ്രവർത്തനങ്ങൾ ഇന്നത്തെ മൊറബിമാരും മൊബലിഗുമാരും മുന്നിൽ വെക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മകൻ അനീസുർ റഹ്മാൻ അനസ് പറയുന്നു, അദ്ദേഹം ഒരിക്കലും ഭക്ഷണം പാഴാക്കാൻ അനുവദിച്ചിരുന്നില്ല. ജൽസയുടെ സമയത്തും പലപ്പോഴും അദ്ദേഹം പ്ലേറ്റിൽ ഭക്ഷണം എടുപ്പിക്കുന്നതിന് പകരം മേശപ്പുറത്ത് ബാക്കിയായിരുന്ന റൊട്ടി കഷ്ണങ്ങൾ, തുണ്ടുകൾ കഴിക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് ഈ റൊട്ടി കഷ്ണങ്ങൾ കഴിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിച്ചുകൂടാ. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളായിരുന്നു. സൽസ്വഭാവി, സൗഹൃദ മനോഭാവമുള്ളവൻ, ദയാലു, സദ്വൃത്തൻ, കഠിനാധ്വാനി, വിശ്വസ്തൻ എന്നിങ്ങനെയുള്ള ഗുണഗണങ്ങളുടെ ഉടമയായിരുന്നു അദ്ദേഹം. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് അഗാധമായ അടുപ്പമുണ്ടായിരുന്നു. മർഹൂം വസിയത്ത് ചെയ്ത വ്യക്തിയായിരുന്നു. ഞാൻ ഘാനയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ വിശ്വസ്തയോടെ, കഠിനാധ്വാനത്തോടെ, ലാളിത്യത്തോടെ പ്രവർത്തിച്ചു. സ്വത്തിനായി സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് 2 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ധാരാളം പേരക്കുട്ടികൾ, പൗത്രന്മാരും പൗത്രകളും ദൗഹിത്രന്മാരും ദൗഹിത്രകളുമുണ്ട്. അള്ളാഹു മർഹൂമിനോടും പാപമോചനത്തിന്റെയും കാരണത്തിന്റെയും പെരുമാറ്റം കാണിക്കുകയും അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുകയും ചെയ്യുമാറട്ടെ. ഐദി ഹുമൈദി സാബ് മർഹൂമാണ് അടുത്തത്. ഇദ്ദേഹം ഇന്തോനേഷ്യക്കാരാണ്. നവംബർ 22 ഉംറ ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചതിനു ശേഷം അപ്രതീക്ഷിതമായി അസുഖം ബാധിക്കുകയും അതേ രോഗം കാരണം 77-ാം വയസ്സിൽ മദീന മുനവ്വറയിൽ വഫാത്താകുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 1930-കളിലാണ് അഹമ്മദിയത്ത് വന്നത്. അദ്ദേഹത്തിന്റെ മാതുലൻ മുഹമ്മദ് റഊഫ് സാബ് ഹസരത്ത് മൗലാന റഹ്മത്ത് അലി സാബ് റളിയല്ലാഹു മുഖേന ബൈഅത്ത് ചെയ്തപ്പോഴാണ് അത് സംഭവിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മാതാമഹനും മാതാവും ബൈഅത്ത് ചെയ്തു.
അദ്ദേഹത്തിൻ്റെ ജാമാതാവ് മരുമകൻ ബസൂക്കി അഹമ്മദ് സാഹിബ് മൊറബിയാണ്. അദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിന് രാത്രിയും പകലും തബ്ലീഗിൻ്റെ താല്പര്യം വളരെയധികമായിരുന്നു. തബ്ലീഗിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം തബ്ലീഗ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിൻ്റെ തബ്ലീഗ് ശൈലി പല മുബലിഗുമാർക്കും പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൺമക്കളും എഴുതുന്നു, അദ്ദേഹം ബാങ്കിന് മുമ്പേ പള്ളിയിൽ പോകുകയും ദിക്റയിലായി ചെയ്ത് അവിടെ ഇരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. ദിവസവും ഖുർആൻ പാരായണം ചെയ്യുകയും തർജമയും തഫ്സീറും വായിക്കുകയും പ്രബോധനത്തിന് ആവശ്യമായ ആയത്തുകൾ അടയാളപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. തഹജ്ജുദ് നമസ്കാരം ഒരിക്കലും കൈവിടിഞ്ഞിരുന്നില്ല. 76-ാം വയസ്സിലും തബ്ലീഗിനായി മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമായിരുന്നു. കുട്ടികളോട് പറയുമായിരുന്നു, ധനപരമായ ത്യാഗത്തിൽ ഒരിക്കലും കുറവ് വരുത്തരുത്. ഇത് അള്ളാഹുവിൻ്റെ ഹക്കാണ്, അള്ളാഹുവിൻ്റെ അവകാശമാണ്. കഴിയുന്നത്ര അധികം ത്യാഗം ചെയ്യുക. ജമാഅത്തിൻ്റെ ധനത്തിൽ നിന്ന് ഒരു പൈസ പോലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് കണക്ക് പറയേണ്ടി വരും. ഉംറയുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ലീഡർ എഴുതുന്നു, ഉംറയുടെ ആ വേളയിൽ അദ്ദേഹം എല്ലാ സമയത്തും ഇതാണ് പറഞ്ഞിരുന്നത്, ഇവിടെ നിന്ന് തിരിച്ചുപോയാൽ ഞാൻ തബ്ലീഗ് ചെയ്യും. അഹമ്മദിയ ജമാഅത്തിലെ ആളുകൾ മക്കയിൽ ഹജ്ജ് പോലുള്ള ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളെ ഞാൻ അറിയിക്കും. അദ്ദേഹം രോഗിയായപ്പോൾ ചികിത്സിച്ച ഡോക്ടർ അവിടെ തന്നെ വഫാത്തായപ്പോൾ പറഞ്ഞത്, അള്ളാഹുവിന് അദ്ദേഹത്തിൻ്റെ നന്മകൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ജന്നത്തുൽ ബഖീൽ മദീനയിലെ ഖബർസ്ഥാനിൽ ഖബറടക്കാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചത്. അദ്ദേഹം അവിടെ വഫാത്തായി. അവിടെ തന്നെ ജന്നത്തുൽ ബഖീൽ അദ്ദേഹം മറമാടപ്പെടുകയും ചെയ്തു. പാകിസ്ഥാനിലെ അഹമ്മദികളുടെ ഇന്നും ഉള്ള അവസ്ഥ, അഹമ്മദികളെ മുസ്ലിങ്ങൾ തങ്ങളുടെ ഖബർസ്ഥാനിൽ ഖബറടക്കാൻ അനുവദിക്കുന്നില്ല. അടുത്ത് ഏതെങ്കിലും മുസ്ലിമിൻ്റെ ഖബറുണ്ടെങ്കിൽ അതിനടുത്ത് വരാൻ പാടില്ലെന്ന് പറയും. എന്നാൽ അള്ളാഹു ഇദ്ദേഹത്തിന് ജന്നത്തുൽ ബഖീൽ ഖബറടക്കാൻ അവസരം നൽകി. ഇനി ഇവിടെയുള്ള പാകിസ്ഥാൻ ആളുകൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഖബർ മാന്തിയെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. എന്നാൽ ഇത്ര ശക്തി അവർക്കില്ലല്ലോ. ഈ മൗലിമാർ സ്വയം അവരുടെ തങ്ങളുടെ ദുഷ്പരിണാമത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇന്തോനേഷ്യയിലെ സെക്രട്ടറി തബ്ലീഗായ ബിനാവൻ വർദിസായി പറയുന്നു, അദ്ദേഹം വളരെ സഫലനായ സ്ഥിരോത്സാഹിയായ ഒരു പ്രബോധകനായിരുന്നു. തബ്ലീഗ് ഇല്ലാതെ ഒരു ദിവസം കടന്നു പോകില്ല എന്ന മുദ്രാവാക്യം അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ തൻ്റെ ഭാഗമാക്കി. അദ്ദേഹത്തിന് പഴയൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അതിലിരുന്ന് വിദൂര ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. എതിർപ്പുള്ള സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം പോകുകയും അദ്ദേഹത്തിൻ്റെ തബ്ലീഗിൻ്റെ ഫലമായി 100 കണക്കിന് ആളുകൾ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് വലിയ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അദ്ദേഹം വസിയത്ത് ചെയ്ത വ്യക്തിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ 4 പെൺമക്കളും 10 ദൗഹിത്രിമാരും ഉൾപ്പെടുന്നു. ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു മകൻ മൊറബിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പാപമോചനവും കാരുണ്യവും പ്രദാനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.